മീറ്റർ റീഡർ തസ്തികയിലേക്ക് നിയമനം നടത്താത്തതിനെതിരെ തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. 1000-ലേറെ ഒഴിവുകളിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നുണ്ട് എന്നാരോപിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. റീഡർ തസ്തികയിൽ 1000-ലേറെ ഒഴിവുകൾ നിലവിലുണ്ട്. ഇതിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കാതെ പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്നാണ് പരാതി. തൊഴിൽ നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. 558 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് തുച്ഛമായ 76 പേർക്ക് മാത്രം നിയമനം നൽകിക്കൊണ്ട് 3000-ലധികം താൽക്കാലിക ജീവനക്കാരെ, അതായത് ഒരു യോഗ്യതയുമില്ലാത്ത താൽക്കാലികക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വാട്ടർ അതോറിറ്റി മുൻപോട്ട് പോകുന്നത്. 1050 പേരായിരുന്നുവെങ്കിൽ ഇന്ന് 3000-ലധികം പേര് താൽക്കാലികമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഞങ്ങൾ MD-യെ കണ്ട് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട്, വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ നേരിട്ട് പോയി. ഇവരാരും ഇത് പരിഗണിക്കാനോ ഞങ്ങളുടെ ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ നടത്തി തരാനോ തയ്യാറല്ല. 558 പേരടങ്ങുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് 76 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയിരിക്കുന്നത്. TSR റൂൾ അട്ടിമറിച്ച് യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത 3000-ലധികം പേരെയാണ് പിൻവാതിലിലൂടെ നിയമിച്ച് സ്ഥിര ജീവനക്കാരാക്കാനുള്ള നീക്കമാണ് വാട്ടർ അതോറിറ്റിയിൽ നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ ഒരാൾ പോലും താൽക്കാലികമായി ജോലി ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ പ്രതിഷേധമായി വരില്ല. സാങ്ഷൻഡ് പോസ്റ്റ് ഫുള്ളാണെന്ന് അവർ പറയുന്നു, പക്ഷേ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിയമനമാണ്. ഇന്ന് 60 ലക്ഷം കണക്ഷൻ ആനുപാതികമായി തന്നെ നോക്കിയാൽ ഏകദേശം 10,000-2000-ഓളം സ്ഥിരം പോസ്റ്റിംഗ് ഉണ്ടാവേണ്ടതാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പകുതി പേർക്കെങ്കിലും ഒരു ജോലി തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് ഇന്നിവിടെ എത്തില്ലായിരുന്നു. തസ്തിക വർദ്ധിപ്പിക്കണമെന്ന് നിരവധി ബോർഡ് മീറ്റിംഗിൽ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കണ്ണൂർ മുതൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നിവിടെ പ്രതിഷേധമായിട്ട് നിൽക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.